ഹലോ മലയാളീസ്, എന്നോട് അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും ഒരു ബ്രിക്സ് സാധനം കൊണ്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ബ്രിക്സ് അടുക്കാൻ പോകുന്നത് ഹോട്ട് വീൽസിൻ്റെ ബ്രിക്സാണ്. ഹോട്ട് വീൽസിൻ്റെ ഇതിൻ്റെ മിനിയേച്ചർ വേർഷനൊക്കെ ഇതിൻ്റെ അകത്തിനുണ്ട്. ഏതാണെന്ന് എൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അടുക്കി പിറക്കി നോക്കാം. മെറ്റലാന്നൊക്കെ പറയുന്നു. ഇത് പ്ലാസ്റ്റിക്കാണോ മെറ്റലാണോ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. നമുക്ക് പൊടിച്ച് പറക്കി നോക്കിയാലോ. അപ്പോൾ ഇനി ക്യാമറ കണ്ണുകൾ നേരെ താഴേക്ക്. ഇതാണ് അത് സാധനം. ഇതിൻ്റെ നമുക്കിത് പൊടിച്ച് നോക്കി. എൻ്റെ അത് എന്തായാലും സാധനം ഇരിപ്പണം. അനീഷ്, ഞാനും കോട്ടയംകാരനാണ്. അനീഷ് കോട്ടയത്ത് എവിടെയാ? ഒരു കത്തി ഞാൻ അവിടെ വെച്ചാൽ കത്തി ഞാൻ കാണുന്നില്ല. സർക്കാരം കത്തി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്കിത് വെട്ടിക്കണ്ടിച്ച് പുളങ്ങടക്കാം. അപ്പം മര്യാദയ്ക്ക് കണ്ടിക്കണമെന്നാണ് എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞെടുക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബേഴ്സും പറഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് മര്യാദയ്ക്ക് കണ്ടിച്ചെടുക്കാം. കണ്ടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരു ഇത്രയ്ക്കല്ല ഇതൊരു സാധനം ഇവിടെ വെച്ചു. ഇവിടുത്തെ ഇതെന്ത് കട്ട് ചെയ്യുന്ന സാധനത്തിന് ഒരു സൈഡ് വെച്ചാൽ പോരാ, രണ്ട് സൈഡിലും കൊണ്ട് വെച്ചേക്കുന്നത്. നേരെ ബ്ലേഡ് ഇവിടെ പോയി. ഇതാ അങ്ങനെ നമ്മൾ ഈ സാധനം എടുത്തിരിക്കുകയാണ്. ഒന്ന്, രണ്ട് ഉണ്ടാകണത്. അതിൻ്റെ മാനുവൽ ബുക്ക്, എൻ്റെ ബുക്ക് ഇരിപ്പുണ്ട്. ബുക്ക് നമുക്ക് ആവശ്യം വരും. കവർ കൂടെ ഉണ്ട്. യെസ്, ഇതാണ് നമ്മൾ നോക്കിയിരുന്ന സാധനം. ആശാനോട് ഇരി, അവിടെ ഇരി. ഇതിന് ഇന്ത്യൻ പ്രൈസ് വരുന്നത് ഇന്ത്യൻ പ്രൈസ് ഇപ്പോൾ പറയുന്ന പോലെ 2000 വെച്ചും 2400 രൂപ. ഇന്ത്യൻ പ്രൈസ് 2400 വെച്ചും വരും. യെസ്, ഇതാണ് ഇതിൻ്റെ മിനിയേച്ചർ വേർഷൻ. ഇപ്പോഴത്തെ അത്ര ഈ സാധനങ്ങളൊക്കെ മാറിയിട്ട് ഞാനിത് പൊട്ടിക്കാം. ഇതാണ് ഈ പണിത് വരുമ്പോൾ ഈ മോഡൽ ആകുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഹോട്ട് വീൽസിൻ്റെ മോഡൽ ആകുമെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഇതിപ്പോൾ ഏതാ മോഡൽ? GTP ഹൈപ്രസ് കാർ, സ്പോർട്സ് കാർ ആട്ടോ. നമുക്ക് എന്തായാലും പണിത് നോക്കാം. ഇവിടെ വരെ ചെല്ലുന്നറിയാലോ. അപ്പം അവിടെ ഇരിക്കണ്ട, മോളിൽ ഇരിക്കട്ടെ. ഇതിൻ്റെ കൂടെ ഇത് മെറ്റലാണ്. ഓക്കെ, സമ്മതിച്ചു. ഇത് മെറ്റലാണ്. ബാക്കിയുള്ളതെല്ലാം പ്ലാസ്റ്റിക് ആകാനാണ് സാധ്യത. അവനോട് മുകളിൽ ഇരിക്കട്ടെ. 4 ടയേഴ്സ് വന്നിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. 4 ടയർ ഇവിടെ. ഓക്കെ, 4 ടയർ ഇവിടെ. ഒരു ടയർ വന്നിട്ടുണ്ട്. ഇതിൻ്റെ അലോയ്സ് നോക്കിയേ. ഗോൾഡിൻ്റെ 4 അലോയ്സും ഗോൾഡിൻ്റെ 4 അലോയ്സും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സിൽവറിൻ്റെ 4 അലോയ്സും വന്നിട്ടുണ്ട്. ഇതെല്ലാം പ്ലാസ്റ്റിക് കേട്ടോ. അപ്പോൾ ഇവരെ നമുക്ക് മൂലയിലേക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് ആദ്യം ബുക്കിൽ നിന്ന് തുടങ്ങണം. സ്റ്റിക്കർ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. സ്റ്റിക്കർ കണ്ടില്ലല്ലോ. അവസാനം നമുക്ക് സ്റ്റിക്കറും കിട്ടുന്നുണ്ട്. ഏകദേശം എവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ പൊട്ടിക്കേണ്ടി വരും സ്റ്റിക്കർ. അങ്ങനെ സ്റ്റിക്കറും കിട്ടി. ഓക്കെ,
എവിടെ നമ്പർ വൺ യാ. ബുക്ക് ആ മൂലയിലിരിക്കട്ടെ. ബുക്ക് നമുക്ക് നോക്കി തന്നെ ചെയ്യേണ്ടി വരും. 3, 1, 2. നമുക്കപ്പം ഐശ്വര്യപൂർണ്ണമായി ഒന്നാമത്തെ പായ്ക്ക് പൊട്ടിക്കാം. വീണ്ടും കത്രിക കാണാതെ പോയി. ഒന്നാമത്തെ പായ്ക്ക് ഞാൻ പൊട്ടിക്കുന്നു. അങ്ങനെ നമ്മൾ ഒന്നാമത്തെ പായ്ക്കും പൊട്ടിച്ച് നിരത്തിയിട്ടുണ്ട്. അയ്യോ, ഒരു കഷ്ണം പോലും കാണാൻ പോലെ. ഒരു ചെറിയ കഷ്ണം പോയാൽ പോലും തീർന്ന്. സബാഷ് ശുഭാഷ്. ഞാനേ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ താഴേക്കൊരു ലൈറ്റ് കൊടുക്കാം. അതായിരിക്കും നല്ലത്. സ്പോട്ട് ലൈറ്റ് തന്നെ ഇരിക്കട്ടെ. ഈ സാധനങ്ങളൊക്കെ ഈ മുകളിലേക്ക് മാറിയിരിക്കട്ടെ. ക്യാമറ ഒന്ന് ഫോക്കസ് ചെയ്യണം. കുറച്ചുകൂടി ഒന്ന് അപ്പ് ചെയ്തേക്കാം. ഓക്കെ അല്ലേ? സെറ്റല്ലേ? അപ്പം നമുക്ക് ഒന്നാമത്തെ ഇതിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഒന്നാമത്തെ ഇതിൽ കാണിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏതൊരെണ്ണം കണക്ട് ചെയ്യാൻ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരെണ്ണത്തെ തന്നെ ആദ്യം കണക്ട് ചെയ്തേക്കാം. ഒരു വലിയൊരു പീസ് ബേസ്. ഇതിൽ നിന്ന് വേണം നമ്മൾ ഇവനെ കണക്ട് ചെയ്ത് ആരംഭിക്കാൻ. യെസ്. അപ്പോൾ ഗൈസ് തുടങ്ങല്ലേ ഗൈസ്? എന്താണ് ഗൈസ് നിങ്ങളിങ്ങനെയൊക്കെ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പറയാം. കാരണം എന്തെങ്കിലും മിണ്ടും പറഞ്ഞാൽ നമുക്കിത് തീർക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിത് തീർക്കാൻ സാധിക്കില്ല. മടുപ്പ് തോന്നും. ഇത് ലെഗോ എന്ന ബ്രാൻഡല്ല, ഹോട്ട് വീൽസിൻ്റെയാണ്. ഓക്കെ, കറക്റ്റ്. അത് തന്നെയാണ് അനീഷ്. നീണ്ട പേരായ കാരണം വായിക്കാത്തതാണ്. അപ്പം പറഞ്ഞ പോലെ നമ്മൾ 4K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. അപ്പം എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. നിൻ്റെ വീഡിയോ ആരെങ്കിലും കാണുകൂടെ? കൂടിപ്പോയാൽ, ഇപ്പോഴും പറയുന്നുണ്ട്, കൂടിപ്പോയാൽ 1 or 2 പേര് കാണും, ഒരു 3 or 4 ലൈക്സ് കിട്ടുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും അവരെന്നെ തളർത്താൻ ശ്രമിച്ചാണെങ്കിലും ആ തളർച്ചയിലൊന്നും വീഴാതെ നമ്മൾ 4K എത്തിയിരിക്കുകയാണ്. ഇനി അധികം താമസിക്കുന്നത് 5K അടിക്കുമെന്ന് വിചാരിക്കുന്നു. 5K അടിക്കുമ്പോൾ നമ്മൾ എന്ത് ഗീവ് അവേ ഓഫർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും സമയം കളഞ്ഞാലും നമുക്ക് എന്തായാലും തുടങ്ങാം. അപ്പോൾ ഇതിൽ നിന്നും ആദ്യത്തെ പീസ് വേണ്ടത് ദൈവനാണ്. എവിടെയാണ് വെക്കേണ്ടത്? 2 സ്ഥലം തുളയുണ്ടല്ലോ. ഇപ്പം ഇവിടെ വെക്കാം. യെസ്, നമ്മൾ ഇവിടെ സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഫിറ്റ് ചെയ്ത് അതിനെ മാറ്റി വെക്കാൻ കാണിച്ചിരിക്കുന്നു. ഓക്കെ, അതിനെ മാറ്റി വെക്കാം. നമുക്ക് വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട സാധനങ്ങൾ ഒരു എൽ ഷേപ്പ് വരുന്നുണ്ട് ഇതിനകത്ത്. ഒരു എൽ ഷേപ്പ്. ഓക്കെ, എൽ ഷേപ്പ് 1 കിട്ടി. 2 ഉണ്ടെന്നാണ് കാണിക്കുന്നത്. 1 കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, 2 എൽ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇത് വേണം, പിന്നെ ഇത് വേണം. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവരെ പതുക്കെ മുകളിലേക്ക് സൈഡാക്കുക. എന്നിട്ട് ഓക്കെ, ഇവരെ രണ്ടുപേരും ഇങ്ങനെ നോക്കണല്ലേ. ഇങ്ങനെ വെച്ച് ഇപ്പം തിരിച്ച് അങ്ങനെ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ വെച്ച്. അല്ല ബ്രോ, ഒന്നത്തിന് നീളം കൂടുതലാണല്ലോ, എന്ത് ചെയ്യും? ഗ്യാപ്പ് പറ്റില്ലേ ഇവിടെ? ഓക്കെ, അത് വെച്ച് നീലയാണോ? സോറി, ഞാൻ ബ്ലാക്ക് എടുത്തത്. എൻ്റെ നീല വെച്ച് ഇതെന്തിങ്ങനെ
രണ്ട് ബ്ലാക്ക് ഒരു നീലമാണ് നമുക്കിതിൽ പറഞ്ഞിരിക്കുന്നത്. വേറെ നീളമുള്ള സാധനം ഉണ്ടോ അന്നേരം? കാരണം ഇപ്പോഴേ ഇത് ശരിയാക്കി പോയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തെറ്റിപ്പോയാൽ ഇടപെടലും ഇതായിരുന്നു, സോറി, ഈ സാധനമായിരുന്നു എന്ന് വെച്ചിട്ട് ഇത് എൻ്റെ മുകളിൽ വെച്ച് അമക്കുക. അമങ്ങുന്നില്ലല്ലോ. ഓക്കെ, സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് രണ്ട് നീല, അതിലൊരെണ്ണം ഈ സൈഡിൽ, ഒരെണ്ണം ഈ സൈഡിൽ, പിന്നെ ഒരെണ്ണം ഇപ്പുറത്തെ സൈഡിലും വേണം, ഇപ്പുറത്തെ സൈഡിലും. ഓക്കെ, അതും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് നിരഞ്ജൻ. യെസ്, ഹലോ, ഹൗ ആർ യു? എന്തുണ്ട് നിരഞ്ജൻ വിശേഷം? നിരഞ്ജന് സുഖമല്ലേ? അങ്ങനെ നമ്മൾ ആ രണ്ടെണ്ണവും സെറ്റ് ചെയ്തു. ഓക്കെ, ഇനി അത് പ്രോട്ടോക്കോൾ പ്രകാരം നമ്മളിവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇവിടെ. ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്തു. നോക്കൂ, നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഇത് മാറ്റി വെക്കുക മുലയൊക്കെ. എന്നിട്ട് നമുക്ക് ഇനി വേണ്ടത് നീല, ഇതിൻ്റെ ഒരെണ്ണം, പിന്നെ ഇത് ഒരെണ്ണം, പിന്നെ ഇതല്ല, എന്ത് ഒരെണ്ണം കൊണ്ടുണ്ടല്ലോ, ഒരു ബ്ലാക്കും കൂടി കാണാനുണ്ട്. രണ്ട് നീലയാണോ വേണ്ടേ? രണ്ട് നീലയല്ലല്ലോ, ഇത് കൂട്ട് രണ്ടെണ്ണം. ഓക്കെ, ഇത് കൂട്ട് രണ്ടെണ്ണം, ബ്ലാക്ക് ഒരെണ്ണം, നീല തന്നെയാണോ വേണ്ടത്? അല്ലേ, ബ്ലാക്കാണ് വേണ്ടത്. ഒരു ബ്ലാക്ക് മിക്സ് കിട്ടി. ഓക്കെ, കിട്ടി. ഞാൻ വിചാരിച്ചു മിസ്സായിരിക്കുന്നത്. ചില സമയത്ത് പോകുമ്പോൾ മിസ്സായി പോകുന്നേ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ നമ്മൾ ആ രണ്ടെണ്ണം കിട്ടിയെടുക്കണം. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ഈ രണ്ടെണ്ണം ഇങ്ങനെ രണ്ട് സൈഡിലും കൊടുത്തിട്ട് ഇതിനെ ഇങ്ങനെ ഇരിക്കണമെന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സെറ്റ് ചെയ്ത് അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി സൂം ചെയ്യണം, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് ഒരു നീളം കൂടി എടുത്ത് നമ്മളതിൻ്റെ മുകളിൽ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നീലയുടെ രണ്ട് ചെറുതുണ്ടെന്നാണ് പറഞ്ഞത് ചെറുപ്പക്കാർ. അവർ രണ്ടുപേരും നമ്മൾ സൈഡിലെടുത്ത് സെറ്റ് ചെയ്യണം. ഒന്നെങ്കിൽ ഒരു ചെറിയ നീളം കൂടെ ഉണ്ടല്ലോ. ഹിയർ വി ഗോ. അങ്ങനെ അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. അതെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ഇത് വയലറ്റ് കളറായിട്ടാണ് തോന്നുന്നത്. ഇത് വയലറ്റ് അല്ല കേട്ടോ, ഇത് നീലയാണ്, നീല. അതൊക്കെ നമ്മൾ അത്രയും സെറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ഇത് നമ്മൾ ഇതിൻ്റെ ഒരെണ്ണം കൂടി സെറ്റ് ചെയ്യാൻ ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ വന്ന് അടിച്ച് വെച്ച്. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം ബേസ് ശരിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിലേക്ക് മാറിയുടെ അടുത്തത് നമ്മൾ വീണ്ടും ആ ബേസിലാണ് അടുത്ത പണി ചെയ്യേണ്ടത്. ഒരു 4 കെട്ട ബ്ലാക്കിൻ്റെ ഒരു 4 കെട്ട നീല തന്നെയല്ലേ? അതെ, നീലയുടെ ഒന്നും കൂടെ ഉണ്ടല്ലോ, 2. ഈ രണ്ട് ഇപ്പന്മാരെ നമ്മൾ എവിടെ കൊണ്ട് സെറ്റ് ചെയ്യണം? ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യണം. ഇവിടെയല്ലേ? അത് തന്നെ, ഇവിടെ തന്നെ നമ്മൾ കൊണ്ട് സെറ്റ് ചെയ്യണം. ഒന്നിവിടെയും പിന്നെ ഒന്ന് ഇവിടെ. അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുള്ളാകുമ്പോഴത്തേനും കാണാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നല്ലേ? ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ മൂലയ്ക്ക് മാറിയിരിക്കട്ടെ, അല്ല അത് ഇരിക്കട്ടെ. ഇനി വരുന്ന ലീഫ് ഈ സൈഡിലാണ്. പിന്നെ വേണ്ടത് ഇതിന് ഒന്ന്
റെഡ്, വെള്ള, പിന്നെ എന്ത് സാധനം നമ്മൾ ആദ്യം ഇവനെ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യുമ്പോൾ അത് ഇവിടുന്ന് സെറ്റ് ചെയ്ത് തുടങ്ങാം. വെള്ള വെച്ച് കഴിഞ്ഞ് റെഡ് വെച്ച് കഴിഞ്ഞ് ബ്ലാക്ക് വെച്ച് ടയേഴ്സിൻ്റെ ആണിത്. ബ്ലാക്കും സെറ്റ് ചെയ്ത് കഴിയുമ്പം ഇവനെ പിടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്യണം എന്നാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇതിങ്ങനെയാണോ തിരിച്ചാണോ അറിയത്തില്ല. കുറച്ച് നമ്മൾ പരക്കേണ്ടി വരുമെന്നും അറിയത്തില്ല. പരക്കേണ്ടി വന്നാൽ എണ്ണയ്ക്ക് ബസമാവുകയെ. ഓക്കെ, സെറ്റും കഴിഞ്ഞു. ഇത് ഏകദേശം എത്രയായിരുന്നു, എത്ര ബോക്സ് ആയിരുന്നു, 236 ബ്ലോക്കുണ്ട്. ഇത് 236 ബ്ലോക്ക് കൊണ്ട് നമ്മളിത് ശരിയാക്കണം. ഇന്ന് കൊണ്ട് ശരിയാകുമോ എന്നറിയത്തില്ല, എന്നാലും നമ്മൾ ശ്രമിക്കും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് 2 വെള്ള കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് മാറട്ടെ. ഇത് നീലയാണോടി? ഓക്കെ, വെള്ള വേറെ കളറിൻ്റെതില്ല. പിന്നെ ഒരു യെല്ലോ 24x6 അല്ല. അതിൽ നമ്മൾ ഇത് മാറ്റി വെച്ചിട്ട് റെഡിൻ്റെ മുകളിൽ തൊട്ട് ഇവിടം വരെ ഇങ്ങനെ ഒട്ടിക്കാനാണ് ഇവർ കാണിച്ചേക്കുന്നത്. യെല്ലോ അത് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നു. ഇനി 2 വെള്ളം നമ്മൾ ഈ സൈഡിൽ അമക്കാൻ കാണിച്ചിട്ടുണ്ട്. അതെന്തേ ജാമായിപ്പോയോ? ഓക്കെ, നമ്മൾ 2 വെള്ളം ഒരു സൈഡിൽ ഒരു വെള്ളം ഒട്ടിച്ചു. ഇനി അടുത്ത സൈഡിൽ അടുത്ത വെള്ളം. ഓക്കെ, അത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി യെല്ലോ ഇവിടെയും വന്നു. കുഴപ്പമില്ലെന്ന് തോന്നല്ലേ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഞാൻ നമുക്ക് കുഴപ്പമൊന്നും തോന്നില്ല. ഓക്കെ, ഇതും സെറ്റ്. ഇനി അലോയ്സിൻ്റെ 2 എണ്ണമാണ്. ഇത് ഇവിടെ കൊണ്ട് സെറ്റ് ചെയ്യാൻ കാണിച്ചിരിക്കുന്നു. ഒരു ടയറിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അടുത്തതും ഇവിടെ. യെസ്, അടുത്തത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ പൊന്നോ. നെക്സ്റ്റ് ഈസ് ഇനിയുണ്ടല്ലോ. ഇനി നമുക്ക് ആവശ്യം ഇത് തുറക്കണം. ഓക്കെ, ഇത് ഒരെണ്ണം, പിന്നെ ഈ 2 എണ്ണം ബ്ലാക്കിൻ്റെ അല്ലേ? അതെ, അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി ആ 2 എണ്ണത്തിൽ ഇതെടുത്ത് ഇവിടെ കൊടുത്തു ഒരെണ്ണം, അതുപോലെ തന്നെ ഇവിടെയും കൊടുത്തു ഒരെണ്ണം. ഓക്കെ, നമ്മളപ്പോൾ ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതെവിടെ സെറ്റ് ചെയ്യേണ്ടത്? ഇതെടുത്ത് യെല്ലോയുടെ മോഡലാണോ? ഇവിടെയും കൊടുത്തു. ഇത് ഇങ്ങനെ കൊടുത്തു. യെസ് 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 റൈറ്റ്. ഇനി നമുക്ക് വേണ്ട 2 എണ്ണമാണ് ഈ 2 എണ്ണം. അങ്ങനെ ആ 2 എണ്ണം കൂടി നമ്മൾ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതെടുത്ത് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ ഒരെണ്ണം സെറ്റ് ചെയ്തു. ഇവിടെയും ഒരെണ്ണം, ഇവിടെയും അത് ഇറങ്ങുന്നില്ല. അയ്യോ, തിരിഞ്ഞു പോയതാണ്, സോറി. ഇവിടെയും ഒരെണ്ണം സെറ്റ് ചെയ്യണം. യെസ്, സെറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ആ 2 സൈഡും സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനിയുള്ളതെല്ലാം ഇതിൻ്റെ അകത്ത് വേണം തോന്നല്ലേ? ഇനി വേണ്ടത് ഇതൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വേണം. പിന്നെ ഓക്കെ, ഇത് 2 എണ്ണം വേണം. 1 2 എണ്ണം, ഇത് തൊട്ട് 2 എണ്ണം.
ഇത് ഒന്ന്, പിന്നെ വെള്ളം ഒന്ന്. ഇത്രയാണ് നമുക്ക് വേണ്ടത്. അത് നമ്മൾ വേറെ സെപ്പറേറ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി. എന്തായാലേ മഞ്ഞെടുത്തതിന് ശേഷം വെക്കണം. അറിയുന്നേ ഞാൻ മൂലം മാറ്റുന്നേ. മഞ്ഞെടുത്ത് അതിൻ്റെ മുകളിൽ വെള്ള സെറ്റ് ചെയ്തു. മഞ്ഞെടുത്ത് തന്നെ മുകളിൽ നമ്മൾ വെള്ളം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേര് അയ്യോ ഓക്കെ. ഇത് പാടാന്നൊക്കെ അത് സെറ്റ് ചെയ്ത് ഈ റെഡിനെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണം. ഇവിടെയും വേണം. അല്ല സോറി, ഇത് തിരിഞ്ഞു പോയി. ഇത്രയും പറഞ്ഞിരുന്നല്ലേ. ഒന്ന് ഇവിടെയും പിന്നെ ഒന്ന് ഇവിടെയും. അതും പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി നമുക്ക് വെക്കേണ്ടത് ഇവിടെ. ഓക്കെ, സെറ്റ് മപ്പ് സാധനം. യെസ്, പാക്കറ്റ് 1 നമ്മൾ പൊട്ടിച്ച് ഏകദേശം ഇത്ര ആക്കട്ടെ. ഇനി നമുക്ക് പാക്കറ്റ് 2 and 3. ഓക്കെ, പാക്കറ്റ് 2. ഇതൊക്കെ എന്തിനായിരുന്നു അപ്പം? ഇതിൻ്റെ കുറേ സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടേ. ഇതെല്ലാം ചെയ്യണ്ടേ? ആവശ്യം വരുമോ? ആവശ്യമുള്ള സാധനങ്ങളാണോ? അവിടെ ഇരിക്കട്ടെ. വേറെ ആരും അങ്ങനെ പറയാൻ പറ്റില്ല. ചില സമയത്ത് അവസാനം വരെടുത്താൽ വരും. എന്താ മൂല ഇരിക്കട്ടെ. പിന്നെ 2 and 3 രണ്ടാമത്തെ പൊട്ടിക്കുക. അങ്ങനെ രണ്ടാമത്തത് പൊട്ടിച്ചിരിക്കുന്നു. 3 നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ്. 3 രണ്ടാ പൊട്ടിക്കട്ടെ. 3 നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണ്. ഇതിനെ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് വൃത്തിയായിട്ട് മൂലയിരിക്കട്ടെ. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടത് ഒരു നീളത്തിലൊരു സാധനം ഞാൻ കാണുന്നുണ്ട്. ഇതായിരുന്നു അല്ലല്ലോ. ഇത് തന്നെ. ഇത് എൻ്റെ അടിയിൽ കൊണ്ടുപോയി ഒരു മഞ്ഞ സാധനം എൻ്റെ അടിയിൽ പിടിപ്പിക്കണമെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. നമുക്ക് മഞ്ഞ കൊണ്ടുപോയി ഇതിൻ്റെ അടിയിൽ കയറുന്നില്ലല്ലോ കുഞ്ഞേ. ഓക്കെ, കയറി. 1 ഓർമ്മ മതിയാ. അതിനൊരു നീല +1 നീല. ഓ, അത് ശരിയായില്ല. ഊരണം. ഞാൻ പറഞ്ഞില്ലേ, വച്ച് ശരിയായില്ലെങ്കിൽ ചില സമയത്ത് ഉമ്മാർ ഊരെടുക്കേണ്ടി വരും. ഇതാവട്ടെ. എന്നിട്ട് നീല ഇവിടെ, മഞ്ഞ ഇവിടെ. ഓ ഓക്കെ. മൂലക്കിരുന്നേ. റെഡ് നത്ത് റെഡാണോ ഓറഞ്ചാണോ? റെഡല്ല, ഓറഞ്ച് അല്ലേ ഇത്. ഇതുണ്ട് ഒരുപോലെ ചെയ്യുന്നു. എന്നിട്ട് ഇതും ഇതുപോലെ തന്നെ സെയിം ആയിട്ട് പിടിപ്പിക്കണം. 1 ഇവിടെ പിന്നെ 1 ഇവിടെ. അയ്യോ, 2 സൈഡിലായിരുന്നു നല്ല തിരികണ്ടേ. 1 ഇവിടെ. ഓക്കെ. എന്നിട്ടിത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതെടുത്ത് ഇതിൻ്റെ അടി പിടിപ്പിക്കണം. പിടിപ്പിച്ച് ഇതിൻ്റെ അടി പിടിപ്പിച്ച് ഇതിൻ്റെ എന്താ കാണിക്കണ്ടേ?
സൈഡിലേക്ക് കൊതഞ്ച് ജനിക്കുന്നൊരു സാധനം. ഇത് കൂട്ടൊന്ന്. ഓക്കെ, എൽഡോറാഡോ. അത് ഇത് കൂട്ട് ഒന്ന്. പിന്നെ ഒന്നുകൂടി വേണം. ഇതില്ലായിരുന്നത് അല്ല, ഇവിടെ ഇരിക്കുന്നു. ഇത്രയും സാധനം. ഇത് നമ്മൾ എവിടെ പിടിപ്പിക്കണം എന്ന് ചോദിച്ചാൽ അത് ഈ സാധനം എടുത്ത് ഇവിടെ വെക്കാനാണ് കാണിക്കുന്നത്. ഓക്കെ, വെച്ച് നെക്സ്റ്റ് இந்த தம்பியை നമ്മൾ இங்கே വെക്കണം. ഓക്കെ, ഓക്കെ വെച്ച് യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ അതും ശരിയാക്കി. ഇനി നമ്മളിത് മുകളിലേക്ക് മാറ്റി വെക്കാൻ പറയണു. എന്നിട്ട് വേണ്ടത് മറ്റു സാധനം ഒന്ന്. ഇതിന് നീല കളറുണ്ടോ? സോറി അണ്ണാ, എൻ്റെ നീല കളറില്ല. നിങ്ങൾ കാണിച്ചതിൽ നിങ്ങൾ തന്നതിന് നീല കളറില്ല, കറുത്ത കളറേ ഞാൻ കാണുന്നുള്ളൂ. ഇപ്പുറത്തെ ബോണ്ട് അതും പൊട്ടിച്ചത് നീല കളർ ഞാൻ കാണുന്നില്ല. ഓക്കെ, അവിടെ ഇതാക്കാനും കറുത്ത കളർ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. കറുത്ത കളർ അപ്പോൾ അത് പൊട്ടൊന്ന് ഒക്കെ ഒന്നെടുത്തു. എന്നിട്ട് റെഡ് വേണം. പിന്നെ നമുക്ക് നീല ബ്ലോക്ക് ഒന്ന്, സാധാ ബ്ലോക്ക് ഒന്ന്, ഇത്ര സാധനങ്ങൾ വേണം. പിന്നെ റെഡ്. ഓക്കെ, കണ്ടിന്യൂ. ഇതും കൂടി വെച്ച് എൻ്റെ മുകളിൽ, നീലയുടെ മുകളിൽ ഈ സാധനം അല്ല, വെള്ളയുടെ മുകളിൽ അവിടെ ഇനി മലയ്ക്ക് ഇതും വെച്ച് ഓക്കെ ഓക്കെ. എന്നിട്ട് ഇത് ഈ മൂലയിൽ പിടിപ്പിക്കാൻ കാണിക്കുന്നു. എനിക്ക് മൂല പിടിപ്പിക്കാൻ സാധിക്കും. ഓ ഷിറ്റ്, ഞാൻ പറഞ്ഞില്ലേ ചില സമയത്ത് നമുക്കിത് ഊരി പറിച്ചെടുക്കേണ്ടി വരും. ഇപ്പം അതുപോലെ ഒരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഈ സാധനം മൊത്തം തിരിഞ്ഞ് വരേണ്ടതായിരുന്നു. മൊത്തം ഇങ്ങനെ വരേണ്ടത്. ഇങ്ങനെ വന്നാൽ ശരിയായല്ലോ. യെസ്, ഇങ്ങനെ വരേണ്ടതായിരുന്നു. ഇത് ഇങ്ങനെ വരേണ്ടതല്ല, ഇങ്ങനെ. എന്നിട്ട് ഇത് ഇങ്ങനെയല്ലേ വരുന്നത്? തിരിഞ്ഞു വരേണ്ടതാണ്. കൺഫ്യൂഷനായല്ലോ. കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. ഇങ്ങനെയായിരുന്നു സെറ്റായിരുന്നു. ഇപ്പം മൊത്തത്തിൽ പറിച്ചെടുക്കേണ്ട അവസ്ഥയല്ലോ. ഇങ്ങനെ വരണം, പക്ഷേ ഈ തുളയല്ല ഇപ്പറ വരണം. സമയം കളയേണ്ട, നമുക്ക് മൊത്തത്തിൽ തന്നെ പറിച്ചെടുക്കേണ്ടി വരും. എന്നിട്ട് ഇത് തിരിച്ച് വെക്കണം. ഓക്കെ, ഇങ്ങനെയല്ലായിരുന്നു അല്ലേ? ഇങ്ങനെ. ഓക്കെ, ഇത് മഞ്ഞും കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞ ക്ഷമ വേണ്ട പരിപാടിയാണ് ഈ സാധനം, അല്ലെങ്കിൽ തലക്ക് ഏർപ്പിടിക്കും. എന്തിന് മിസ്സായിട്ടുണ്ടോ? എന്തോ ഒന്ന് മിസ്സായിട്ടുണ്ടല്ലോ. പണിയായി. എടാ തിരിഞ്ഞു വേടാ, ഇങ്ങനെ പറഞ്ഞടാ. നീ ഇപ്പഴാ പറഞ്ഞടാ. അയ്യോ 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 അയ്യോ.
രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ പറിച്ചെടുക്കുന്നത് മക്കളെ മട്ടുപിടിപ്പിക്കാൻ വേണ്ടി. ഇനി ഈ സാധനം ഇവിടെ വരണം. എന്താ നോക്കി എന്തേ രണ്ടാമത് പ്രാവശ്യം ഇത് പറിച്ചെടുക്കുന്നത്. ഇത് ഇവിടെ ഓക്കെ. അമ്മേ മറിയേ വിമലാമ്പി. അത് ഓക്കെ. ഇനി ഇവിടെ സൈഡിലൊരു ഈ സാധനം ഇവിടെ വെക്കുക. തിരിച്ചോ ഇതെന്തുവാ? കണ്ട ഇങ്ങനെ വരേണ്ട സാധനമായിരുന്നു. ഇങ്ങനെയല്ല വരണ്ടേ. ശരി, ഇങ്ങനെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ സാധനം ഇപ്പുറം വരണം. അങ്ങനെ ഈ സാധനം ഇപ്പുറം വേണമെങ്കിൽ കുപ്പി ഇപ്പുറം വരണം. വലിച്ചു പറിച്ചിട്. അല്ല ഇപ്പം ഞാനാ പറയുന്നത്. ശരിയായില്ല. പിന്നെയും ഊറിപ്പറിക്കേണ്ട ഒരവസ്ഥയെ. എൻ്റെ അവസ്ഥ ഒന്ന് നോക്കടേ നീക്കക്കൂടി. തിരിഞ്ഞിപ്പുറം വരണ്ടേ. രണ്ട് മൂന്ന്. ഇതെന്ത് മാതിരി കാണിക്കുന്നത്? എന്നിട്ട് എന്ത് ചെയ്തല്ലേ ഇവിടെ ഇത് കയറാത്ത. ഓക്കെ, ചില സമയത്ത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ മണ്ട് ഇതിങ്ങനെ നേരെ. ഓക്കെ, എന്നിട്ട് ഈ സാധനം ഇവിടെ സെറ്റ് ചെയ്യണം. ഓക്കെ, ഇതിന് തന്നെ സമയമെടുത്ത് 40 സാധനം അത് നമ്മൾ സെറ്റ് ചെയ്തു. അടുത്ത പേജിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് കൊടുത്തിട്ട സാധനമല്ലേ. ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഇത് 3 എണ്ണം, അത് 3 എണ്ണം, പിന്നെ റെഡ് ഒരെണ്ണം. ഓക്കെ, ഒറ്റവളയും ഒരെണ്ണത്തെ തന്നെ. അത് എവിടെയാണ് തുളയിരിക്കുന്നത്? മൂലയിൽ തുളയിലെടുത്ത് ഇത് ഒരെണ്ണം. നീണ്ട് കുന്തം പൊള്ളിക്കുന്നിടത്ത് അത് 11. ഇത്രയും സാധനങ്ങൾ വേണം. പിന്നെ റെഡിൻ്റെ അടിയിൽ ലവന്മാരെ പിടിപ്പിക്കണം. ഇത് ഇനി സൈഡ് നോക്കി ചെയ്യണമാവോ? ഒന്ന്, 2 ടക്ക് ടക്ക് എന്നുള്ള സൗണ്ട്. ഇനി ഇതിൻ്റെ ഇടയിലാണ് പിടിപ്പിക്കുന്നത്. ഇത് ഓക്കെ. ഒന്ന്, പിന്നെ വേണ്ടത് ഇതാണ് കൊണ്ടാക്കുന്നത്.
ഇപ്പോൾ കൈ തകർന്ന് തെറിച്ച് പോയാനെ. ഓക്കെ, അതും പിടിപ്പിച്ച് ഇതെല്ലാം കൂടി ഓക്കെ സെറ്റാക്കി. അമ്മേ, ഇത്രയും നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഒരു സിംഗിൾ ടൈപ്പ് നടപ്പില്ലാത്തവൻ ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓക്കെ സെറ്റ് നേരെ ഇടി. അതും സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് ഇത് എങ്ങോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ അടുത്ത പണി കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഇമാരെല്ലാം ഇപ്പുറത്തെ സൈഡിൽ പറഞ്ഞു. അല്ലാതെ ഈ സ്ക്വയർ ടൈപ്പ് വേറെ ഇരിപ്പുണ്ടോ? പറിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്ക്വയർ ടൈപ്പ് വേറെ ഇരിപ്പുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചാൽ മതി. ഇങ്ങനെ വരണം, ഇങ്ങനെ വരണമെങ്കിൽ ഇമാരെല്ലാം ഇപ്പുറം വരണം. മഞ്ഞകളെല്ലാം തിരിച്ച് നോക്കട്ടെ. അത് ഞാൻ നോക്കിയിട്ട് വഴി കാണുന്നുള്ളൂ. ഒരു മഞ്ഞം കൂടി. യെസ്, സെറ്റ്. അപ്പോൾ സാധനം സെറ്റായി. അത് തിരിച്ച് ഒരു എല്ലി നീങ്ങി മാറ്റി വെച്ചായിരുന്നല്ലോ. ഓക്കെ, അതും സെറ്റാക്കിയിട്ടുണ്ട്. ഇവന്മാരെല്ലാം എന്നാ ചെയ്യണ്ടേ? ഇതിന് തന്നെ വേറൊരു സാധനം ഉണ്ടാക്കുന്നത്. അപ്പം അത് ആദ്യം തന്നെ ഉണ്ടാക്കിച്ച പോരായിരുന്നു. സോറി എന്നാ, ഒരു വളയം ഓക്കെ, ഒന്ന് സെറ്റ്. അത് നമുക്ക് റെഡിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കാം. ഓക്കെ, പിന്നെ ഇരുന്നത് നീല. തിരിഞ്ഞില്ലായിരുന്നു. ഇനി ഇതൊന്നുകൂടി അഴിച്ച് പറക്കേണ്ടി വരുമോ? യെസ്, ഇല്ല, രക്ഷപ്പെട്ടു. ഇതിനെ അഴിച്ച് പറക്കേണ്ടി വരുമായിരിക്കും. ഇത് മൂലയ്ക്ക് മാറിയെന്നു. അങ്ങനെ ആ രണ്ടെണ്ണം നമ്മൾ ശരിയാക്കി എടുത്തിട്ടുണ്ട്. അതെ, ഈ രണ്ടെണ്ണം ഈ മെയിൻ ബോഡിയിലേക്ക് കയറ്റാനാണ് ഉമ്മാർ പറയുന്നത്. ഇവിടെ കൊണ്ട് കയറ്റണം, തിരിച്ച് കയറ്റണം, ഇങ്ങനെ കയറ്റണം, ഇങ്ങനെ. ഓക്കെ, ഒരെണ്ണം ശരിയാക്കി, ഒരു സൈഡ് ശരിയാക്കി. നെക്സ്റ്റ് വൺ, അടുത്ത സൈഡും ഓക്കെ ആക്കിയിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ രണ്ട് സൈഡ് ശരിയാക്കി ഇതിൻ്റെ ഈ റൊട്ടയിൽ എത്തിച്ചിട്ടുണ്ട്. ഇനി 26ാമത്തെ ഫോർമുല. അടുത്തത് നമ്മൾ റെഡ് ആൻഡ് ഒരു ബ്ലാക്ക് നീളത്തിലുള്ള സാധനം. ഈ രണ്ടല്ലേ, അത് വേറെ ഉണ്ടോ? വേറെ ഇല്ലേ, രണ്ടുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ആകെ ബോഡി തന്നെ പിടിക്കണം അല്ലേ? റെഡ്. ഇത് മറ്റേ മൂടി ഇല്ലാത്ത സാധനമാണ്, സോറി. ഇത് അത് ഓക്കെ. അടുത്തത് അതും സെറ്റാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഇനിയാണ് നമുക്ക് ഇത്രയും സാധനങ്ങളുണ്ട്. ഇതിൽ പ്ലെയിൻ ആയിട്ടുള്ള കട്ട 1 2 ഇവന്മാർ 2 പേരെയും ഒന്ന് ഇവിടെയും പിന്നെ ഒന്ന് ഇപ്പുറത്തെ സൈഡിലും വച്ചിട്ടുണ്ടേ. പിന്നെ ഒന്ന് ഇത് ഇവിടെ ഇടണം. അത് ഇവിടെ, അത് കൂട്ടി ഒരു പീസും കൂടി കാണും. അത് ഇവിടെ. യെസ്, അമ്മേ
ഒറ്റ സ്ട്രക്ചറിൽ തന്നെ പണി തീർക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. വേറെ ആരും കോള് വന്നില്ലെങ്കിലും എന്നെ വിളിച്ചിറക്കിയില്ലെങ്കിലും ലാപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ ചാർജ് തീരുന്നതിന് മുമ്പ് എന്തായാലും നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ആ സൈഡ് ശരിയാക്കി. ഇനി വേണം എന്ത് ഒന്ന് കൂടി 2 ഓക്കെ. ഈ 2 നമ്മളിവിടെ കൊണ്ടുവെക്കും. ഒന്ന് ടയറിൻ്റെ ഇവിടെ, ടയറിൻ്റെ ഒന്ന് ഈ സൈഡിലും പിന്നെ ഒന്ന് ഈ സൈഡിലും. ഓക്കെ. പിന്നെ പ്ലെയിനായിട്ടുള്ളത് 2 പേര്, ഒന്നിവിടെ ഒന്നുകൂടെ ഉണ്ടല്ലോ. വേറെ ഫോൺ ഒന്നുകൂടി ഉണ്ട്. ആണോ മിസ്സിങ്? എൻ്റെ കണ്ണ് പിടിക്കാത്തതാണോ ഇത് ഞാൻ കാണാത്തതാണോ? കിട്ടി 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 കിട്ടി. ഇത് ഇവിടെ അങ്ങനെ 2 വെച്ചിട്ടുണ്ട്. അടുത്ത പേജാണ് അടുത്ത് നമുക്ക് വേണ്ടത് ഇടവും വലവും തിരിഞ്ഞിരിക്കുന്ന 2 അണ്ണന്മാർ. ഒന്ന് 2 ഒന്നിവിടെ പിന്നെ ഒന്നിവിടെ. ഔ എവിടെ പോയി? ഓക്കെ, അത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഒടിഞ്ഞ് താഴേക്ക് ഇരിക്കുന്നു. ഇവിടെ 2 അല്ലേ? 1 കിട്ടി 2. അങ്ങനെ ആ 2 പീസും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ 2 പീസ്, ഈ 2 പീസും ഇതിൻ്റെ അകത്ത് കുത്തി കയറ്റണം. 1 2. യെസ്, ആ 2 പീസും നമ്മൾ വച്ചിരിക്കണം. അയ്യോ, ഇത് കുറച്ച് മാറ്റി വെച്ച്. ഇനി നീളത്തിലുള്ള 1, അതിനേക്കാളും നീളം കുറഞ്ഞൊരു പീസ്, കുട്ടി 2 1 കൂടെ ഉണ്ടല്ലോ. അത് കെട്ട് 2, പിന്നെ ഒരുത്തരം കൂടെ ഉണ്ട്, എൽഡോറാഡോ. ഇത് മൊത്തം ബ്ലാക്കിലായിരുന്നു, മൊത്തം ബ്ലാക്ക്. ഇത്ര സാധനം ഇതിൽ ഇവനെ നമ്മൾ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവനെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വെക്കണം. അടയിൽ തക്കുന്നൊരു സൗണ്ട് കേൾക്കണം എനിക്ക്. ഓക്കെ അല്ലേ? എന്താണ് എന്താ കൂട്ടാ സൗണ്ടും? ഓക്കെ, സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് 2 നമ്മൾ പുറം തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ ഓക്കെ, 2 നമ്മൾ സെറ്റാക്കിയിരിക്കുന്നു. എന്താ അപ്ഡേറ്റ് ഒക്കെ കാണിച്ചിരിക്കുന്നത്? ഇപ്പോഴാണ് ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ കാണിക്കുന്നത്. ഇവനെ നമ്മൾ തിരിച്ച് വെക്കണം. യെസ്, ഇതിൻ്റെ അടി വെക്കണ്ടേ? ഇതിൻ്റെ അടിയിൽ കെട്ടും ഇവിടെ ഫിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ ഫിറ്റ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, അത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് കിട്ടുന്ന
അങ്ങനെ സാധനം കൊണ്ട് ഇവിടെ ഇത് കിട്ടുന്നു. പിന്നെ ഈ സാധനത്തിൻ്റെ സാധനം വേറൊരു സാധനം കൂടെ ഉണ്ടല്ലോ. ഇത് രണ്ടല്ലേ? ഓക്കെ, ഇത്ര സാധനം. ഇനി ഇതെടുക്കാം. ഇതെടുത്തിട്ട് ഇവിടെ നിന്ന് കയറും കിട്ട്. ഓക്കെ, ഒന്ന് മനസ്സില്ലാത്ത സാധനം പോലെ തോന്നുന്നു എനിക്ക്. ഓക്കെ, ഇല്ലേ? ഓക്കെ, സെറ്റ്. ഇത് നമ്മൾ ഇത് ഇവിടെ സെറ്റ് ചെയ്യണം. എന്താ ഒരു സമാധാനം. അങ്ങനെ നമ്മൾ അതും സെറ്റ് ചെയ്തു. ഇനി അത് സെറ്റ് ചെയ്ത് അടുത്ത പേജ്. നെക്സ്റ്റ് പേജ് ടോക്കൺ നമ്പർ 3, 2 കൗണ്ടർ നമ്പർ 4. അടുത്തതിന് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ സൈഡിലേക്ക് ഇവരെ മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് അടുത്തതിൽ ഇത് കൂടെ 2 പീസ്, ഒരു പീസ് കൊണ്ട് കാണാണ്ടല്ലോ. ഓക്കെ, 2 പീസ് നീളത്തിൽ ഒടിഞ്ഞിരിക്കുന്നവൻ. ഓക്കെ, ഹെഡ്സെറ്റിൻ്റെ പണി തീർന്നു. അപ്പോൾ അധികം താമസിക്കാതെ ബാക്കിയുള്ള എന്നെ ചാർജ് തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ശ്രമിക്കാം. അത് ഊരി വെക്കുന്ന മൈക്ക് ഊരി വെക്കുന്നത് ഞാൻ അത് കൂട്ടി 2 ഇറക്കി. ഇത് കൂട്ടും 2, ഇതിന് 2 ഉണ്ട്. പിന്നെ ഒരുത്തരും കൂടെ ഉണ്ടല്ലോ. ഒന്ന് അത് കൂട്ടം ഒന്നും കൂടെ ഉണ്ടല്ലോ. വാ. ഓക്കെ, അത് ശരിയാക്കിയിട്ടുണ്ട്. ഇനി ഇവരെ ഇങ്ങനെ വെച്ചിട്ടാണ് ഇവരെ 2 പേരും ഇങ്ങനെ വെക്കുക. സത്യം പറയുന്നത് ഇവർ 2 പേരും ഇങ്ങനെ സെറ്റാക്കിയിട്ടാണ് ഇങ്ങനെ സെറ്റാക്കിയിട്ടാണ് ഈ സാധനം ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിൽ കയറി അടയ്ക്കുക എന്നാണ് അവർ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ 2 സൈഡുമായിട്ട് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാം. 1 ഞാൻ പറഞ്ഞ ചില സമയത്ത് ഇത് ഒന്ന് ലോക്ക് ചെയ്യാൻ ഇച്ചിരി പാടാം. ഓക്കെ, ഞാൻ ലോക്ക് ചെയ്യുന്ന സമയത്ത് ബാക്കി നമ്മൾ സെറ്റ് ചെയ്ത സാധനം കൂടെ പറഞ്ഞ് താഴെ കിടക്കാനും സാധ്യതയുണ്ട്. അപ്പം സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ട് വേണം. മിക്കവാറും ഇത് ഞാൻ ലോക്ക് ചെയ്യുമ്പോൾ ഒടിഞ്ഞു ഒരു താഴെ കിടക്കാൻ സാധ്യതയുണ്ട്. എവിടെ നിന്നൊക്കെയോ എന്തൊക്കെ ഇളകുന്ന സൗണ്ട് ഞാൻ കേൾക്കുന്നു. കയറിയിട്ടില്ല, ഒരെണ്ണേ കയറുള്ളൂ. അയ്യോ, ഒന്നും കയറി ഇവിടെ. ഓക്കെ, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എവിടെ പള്ളി? അങ്ങനെ ബാക്ക് സൈഡ് നമ്മൾ ഏകദേശം അത് സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1, 2 ഇത് 2 പീസ്, പിന്നെ ഒരു എൽഡോറാഡോ ഇതിൻ്റെ 1 പീസും കൂടെ ഉണ്ട്. ഓക്കെ, ഇതാണ് പീസ്. ഇത് നമുക്ക് അത് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഇവനെ തന്നെ ഫിറ്റ് ചെയ്യാം. എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും? ഇങ്ങനെയാണോ? ഇങ്ങനെയല്ല, ഇങ്ങനെ. ഒന്നിവിടെ, ഒരു പീസ് അവിടെ, ഒരു പീസ് ഇവിടെ, പിന്നെ ഉള്ള 2 പീസ്. ഇവന്മാർ 2 പേരെയും ഇതിൻ്റെ അകത്തേക്ക് ഇവിടെ കൊണ്ടുപോയി, ഒന്ന് ഇവിടെ, പിന്നെ ഒന്ന് ഇവിടെ.
കണ്ടില്ലേ, കണ്ടു നിങ്ങളെ കണ്ടില്ല പ്രകടനം പ്രക്ഷോഭനം ദൃഷ്ടാട്. ടോക്കൺ നമ്പർ പേജ് നമ്പർ 35. അതിലേക്ക് നമുക്ക് ആവശ്യമായി വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇത് കൂട്ട് 2 ഒന്നും കൂടെ ഉണ്ടല്ലോ. 2 പീസ്, ഇവിടെ 2 പീസ്. പിന്നെ വരുന്നത് ഈ 2 പേരും. ഇങ്ങനെ 2 പേരാണ് നമുക്ക് ആവശ്യം. ഇതിങ്ങനെ ലോക്ക് ഒഴിക്കട്ടെ. ഇതിങ്ങനെയും ലോക്ക്. ഈ 2 ലോക്കാണ് നമുക്ക്. ഇനി ഇവർ 2 പേരും ഫ്രണ്ടിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെയല്ലേ, ഒന്നിവിടെ ഒന്നിവിടെ. ഓക്കെ, ഒന്ന് ഒരു പൂരൊക്കെ ചെയ്യുക. അത് നമ്മൾ ലോക്ക് ചെയ്തെടുക്കുന്നു. എൻ്റെ പൊന്നടവേ. നെക്സ്റ്റ് വൺ. അയ്യോ, ഞാൻ പറഞ്ഞ തൊടാൻ പറ്റില്ല. പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഊരിപ്പോയി. അങ്ങനെ അവർ 2 പേരും ഫിറ്റ് ചെയ്തു. ഇനി ഫ്രണ്ടിൽ സാധനങ്ങൾ ഇവനെ കൊണ്ടുവന്ന് വീൽ വെക്കാനുള്ള സാധനം വെച്ച് ഒരു നീല സാധനം കൂടി കാണിക്കുന്നുണ്ട്. അത് ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പേജ്. ഇതൊന്ന് പൂർത്തിയായി കഴിയുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് ഞാൻ എനിക്ക് ആദ്യത്തെ ലെഗോ ചെയ്തപ്പോൾ പൊന്നട പോയി, ഒന്നും പറയാനില്ല. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന് പറഞ്ഞൊരു ഇതായിരുന്നു ആദ്യത്തെ ലെഗോ കഴിഞ്ഞപ്പോൾ. എന്തായാലും നമുക്ക് ബാക്കിയും കൂടി ചെയ്യാം. ഇപ്പം എത്ര പേര് വന്നാലും പോയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ആരും ഇല്ലെങ്കിൽ എനിക്ക് തീർക്കാൻ പറ്റുകയില്ല, കാരണം നാളെ പണിയുണ്ട്. പിന്നെ ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് റെഡിൻ്റെ ഈ ഒരുത്തൻ, പിന്നെ വേണ്ടത് ഈ ഒരുത്തൻ, പിന്നെ വേണ്ടത് സിംഗിൾ ടൈപ്പ് ഇടുന്നതല്ലേ, ഒറ്റത്തുളയൻ ഇല്ലേ? ഒറ്റത്തുളയൻ ഒരെണ്ണമുള്ളല്ലോ, ഒന്നുള്ളല്ലോ. നീല 2 വേണമെന്നുണ്ട് കാണിക്കുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ ഒറ്റത്തുളയൻ ഒന്നേ ഉള്ളൂ. പിന്നെയുള്ളത് ഇതാ. മൈക്കോട്ടെ, ഏതൊരു പീസ് മിസ്സിങ് ആണ്. പിന്നെ ആവശ്യം വന്നാൽ നമ്മൾ എൽഡോറാഡോ. എന്നാൽ ആ ഒരു പീസ് എടുത്ത് ഇപ്പോൾ എന്തായാലും ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കയറിപ്പോൾ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം? ഇവനെ നമുക്ക് ആദ്യം ഇതിനെ പഠിപ്പിക്കാം. ഇതിവിടെ പിന്നീടുള്ളൊരുത്തൻ. പിന്നെ നമുക്ക് റെഡ് നമുക്ക് ഇവിടെ റെഡും പിടിപ്പിച്ചു. പിന്നെ വരുന്നത് ഇവർ 2 പേരുമാണ്. ഇവർ 2 പേരും ഒരാൾ ഇവിടെ, പിന്നെ ഒരാൾ ഇവിടെ. ഓക്കെ, ഇവരുണ്ട്. നമ്മൾ അവിടെ ഇവിടെ പിടിപ്പിച്ചു. ഇനി എന്താ, അങ്ങനെ ഇനി നമുക്ക് വീട് വെക്കാനുള്ള വേസ്റ്റ് 2 ഇവർ 2 പേരും. മണ്ണിൻ്റെ കുട്ടം ഇവിടെ, പിന്നെ ഒരെണ്ണം ഇവിടെ. സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ ലൈവ് തുടങ്ങിയിട്ട് 1 മണിക്കൂറോളാവുന്ന. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ ബേസ് ഏകദേശം ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഏതൊരു പീസ് ഇവിടെ മിസ്സിംഗ് ആണ്. ഒരു മിനിറ്റ്, നമ്മുടെ ഇതിൻ്റെ ചാർജ് ഏകദേശം തീരാറായിട്ടുണ്ട്. ഇത് ലൈറ്റിൻ്റെ അത് ഞാൻ കണക്ട് ചെയ്ത് നോക്കട്ടെ. ലൈറ്റിൻ്റെ ചാർജ് ബോട്ട് എന്തേ?
സെറ്റാണ്. ഇനി നമുക്ക് ബാക്കി ചടങ്ങിലേക്ക് കിടക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതൊട്ടൊന്ന് പിന്നെ എൽ ഷേപ്പ് ഒന്ന് അല്ല 2 പിന്നെ മറ്റേ ഇത്രയും പേരും കൊണ്ട് നമ്മൾ അടുത്ത പണിയിലേക്ക് കിടക്കണം. ഇതിനും കാണിക്കുന്നത് വെച്ചാൽ ഇവനെ ഫ്രണ്ടിൽ പഠിപ്പിക്കുക. ലോക്ക് നേരെ ലോക്ക് വീടാ. ഓക്കെ, നേരെ ലോക്ക് വീണ്. എന്നിട്ട് റെഡ്, ഇത് റെഡല്ലേ ഓറഞ്ചാണോ? ഓക്കെ, ഓറഞ്ച് എൽ ഷേപ്പ്, ഒരു എൽ ഷേപ്പിൽ 1 പിന്നെ ഷേപ്പിൽ. ഓക്കെ, അങ്ങനെ അവിടുത്തെ ഇതും കൊണ്ട് പൂർത്തിയായി തോന്നുന്നു. ഇനി ഇവിടെ ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ, അടിപൊളി സക്കെ. ഇനി നീളത്തിലുള്ള ഒരെണ്ണം. ഓക്കെ, വേറെ നീളത്തിലൊന്നും ഇല്ലല്ലോ. ഇത് പിന്നുള്ളത് 1 2 3 4. ഈ 4 പേരെയും കൂട്ടി യോജിപ്പിക്കാൻ ആണ് കാണിക്കുന്നത്. 1 2 3 4. ആ 4 പേരെ നമ്മൾ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നു. 4 പേരും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു നീളമുള്ള സാധനം കൂടെ ഉണ്ടെന്ന് കാണിക്കുന്നു. എവിടെ ഒരു നീളമുള്ള സാധനം? അല്ല, സോറി, നീളമുള്ള സാധനമല്ല. ഇതിൻ്റെ ഇത് നീളത്തിൽ കാണിച്ചാണ് അവർ. ഓക്കെ, അടുത്ത് എന്ത് ചെയ്യണം? ഓക്കെ, 2 പേര് ഇവൻ. അതൊന്ന് ലോക്ക്. ഓക്കെ, ഓക്കെ, അവരെന്ത് ലോക്ക് ചെയ്ത്. പിന്നെ വേണ്ട ഒരു സാധനമാണ് ഇതിൻ്റെ മുകളിലൊരു കൂടാരം ഒതുക്കാനുണ്ടല്ലോ. ഇതിൻ്റെ മുകളിൽ രണ്ട്. ഓക്കെ, ഇതിനെ നമ്മൾ ഫ്രണ്ടിൽ പോയി വെക്കണം. ഫ്രണ്ടിൽ ഇങ്ങനെയാണ്. ഓ, രക്ഷപ്പെട്ട്. കുഴപ്പമില്ലാതെ സാധനം ഇരുന്നിട്ടുണ്ട്. വേണ്ടേ അങ്ങനെ 44ാമത്തെ പേജും നമ്മൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് 4ഉം 5ഉം കവർ പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ 3ഉം 4ഉം പൊട്ടിച്ച് കഴിഞ്ഞപ്പം ഏകദേശം 2ഉം 3ഉം പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയും സാധനം മിച്ചം വന്നിട്ടുണ്ട്. അവർ നമ്മൾ മൂലയ്ക്ക് മാറ്റി വെക്കണം. എപ്പോഴാണ് ഉപകാരപ്പെടുന്ന പറയാൻ പറ്റില്ലല്ലോ. അടുത്തത് 4ഉം 5ഉം. അവസാനത്തെ 2 പാക്കറ്റാണ് 4 5. കത്രിക എന്ത് 1 2 3 4 4. താഴെ പോകല്ലേ, ഇതിട്ടാണേ മക്കളെ കണ്ണൂരും കാണില്ല. 5. നമ്മൾ 1 മണിക്കൂർ തികയുന്നതിന് മുമ്പ് ബേസ് ശരിയാക്കി. ഇനി നമ്മൾ ടോപ്പിലേക്കുള്ള കടന്നു കയറ്റത്തിലേക്ക് 7. ഇത് പേപ്പറിൻ്റെ അകത്ത് എന്തൊക്കെ പൊതിഞ്ഞ് വെക്കുന്നുണ്ടല്ലോ. ഒരു പീസിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ വേസ്റ്റ് ബിന്നകത്ത് ഇട്ടാണ്. ഇതിനകത്ത് പേപ്പറിൻ്റെ അകത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? ഗ്ലാസ്സാണോ? ഇത് പേപ്പറിൻ്റെ അകത്ത്
മെറ്റീരിയൽ ഇതിൻ്റെ നല്ലതാണ് കേട്ടോ. പേപ്പറിൻ്റെ അകത്തൊക്കെ പോയി ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിത് എന്ത് ചെയ്യുമല്ലേ? ഓക്കെ, ഇതിനകത്ത് നിന്ന് സൈഡിൽ വെക്കാനുള്ള 4 പീസ്. ഒന്ന്, ഇത് ഒന്ന്, ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, 2 പല സർക്കിൾ ഇവരെ ഞാൻ മാറ്റി വെക്കുന്നു. എന്നിട്ട് ഈ 2 പീസ് ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യാനാണ് ഇവർ കാണിക്കുന്നത്. എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യണ്ടേ? ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നത്? ഇങ്ങനെയാണ്. ഓക്കെ, അവിടെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഇത് നമുക്ക് ഫിറ്റ് ആവശ്യമുള്ളത് ഒന്ന് ഇത് കിട്ടുക, ഒന്ന് രണ്ട്, ഇതിനൊരു ഡിസൈൻ സാധനം കൂടെ ഉണ്ടല്ലോ. ഇതാണോ നീല? ഇതല്ലേ? ഇതന്നെ. ഇത് നമ്മൾ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണം. ഒരു സാധനം ഇല്ലാതെ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നേ? ഇവിടെ ഒരു സാധനം ഇല്ലാതെ എങ്ങനെ ഫിറ്റ് ചെയ്യും? ഇത് ഫിറ്റ് ചെയ്യാം. ഇവർ രണ്ടുപേരെയും ഫ്രണ്ടിൽ. അതായത് ഇതെങ്ങനെ ഒരു സാധനം ഇല്ലാതെ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലവന്മാർ നമുക്കിട്ട് പണിയുമാണോ വെച്ചിട്ട് ഡോക്ടർ നോക്കിക്കേ. ഈ ബുക്കിനകത്ത് ഇതിൻ്റെ അകത്ത് സാധനം ഫിറ്റ് ചെയ്ത് ഇതാണ് വെച്ചു. ഓക്കെ, നമ്മൾ ഫിറ്റ് ചെയ്ത് 4 പൈ തിരിച്ച് പറഞ്ഞില്ല, തിരിഞ്ഞ് പറഞ്ഞില്ല. ഇമാര് പൊക്കിക്കേ, ഇതും പൊക്ക്, ഇതും പൊക്ക്. എന്നിട്ട് ഇതുവരെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. നമ്മൾ ഫിറ്റ് തലതിരിഞ്ഞ് പോയി, നേരെ കണ്ട സാധനം തലതിരിഞ്ഞ് വെച്ചു നമ്മൾ. എന്നിട്ട് ഇവനെ ഇവിടെ ഫിറ്റ് ചെയ്യണം. ചുമ്മാ ഇവരെ പഠിച്ച്, സോറി മൈ മിസ്റ്റേക്ക്. എന്നിട്ട് ഇവനെ ഇവിടെയും ഫിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞില്ല, മൊത്തത്തിൽ ചില സമയത്ത് മൊത്തത്തിൽ കൂടി പോലും. ഓക്കെ, ഇത് നമുക്ക് ഇവരെ ഫിറ്റ് ചെയ്യണമെങ്കിൽ പാപ്പ ഫ്രണ്ട് തിരിഞ്ഞായിരുന്നോ? ഇങ്ങനെയല്ലേ? ഇങ്ങനെയായിരുന്നു. അല്ല, ഇങ്ങനെയല്ലേ? കൺഫ്യൂഷൻ തലയിലേക്ക് ഒരു മിനിറ്റ്. കിളിപോയി. അങ്ങനെ ഈ മൂലയിൽ ഫിറ്റ് ചെയ്യണമെന്നാണ് കൺഫ്യൂഷൻ. ഓക്കെ, ഒന്ന് അവിടെ, പിന്നെ ഒന്ന് ഇവിടെ. ദേവനന്ദ, ഹലോ ബ്രോ, എന്തുണ്ട് ബ്രോ വിശേഷം? ഞാൻ ഇവിടെ ബോറടിച്ചിരിക്കുകയായിരുന്നു. ആരും വന്നില്ലല്ലോ എന്ന് ഓർത്തത്. കാരണം നാട്ടിൽ കിടക്കാൻ ഉറങ്ങാൻ സമയമായി. എല്ലാവരും കണ്ടില്ലല്ലോ എന്നൊരു തിരിച്ചായിരുന്നു ഞാൻ. ഓക്കെ, ഇതിവിടെ ഫ്രണ്ടിൽ ഇനി നമുക്ക് വേണ്ടത് നീളത്തിലുള്ളൊരു പീസ്. ഓക്കെ, നീളത്തിലുള്ളൊരു പീസ് അതിനെ ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാൻ വരട്ടെ. ഇവിടെ ഇരുന്നത് ഫിറ്റ് ചെയ്യേണ്ടത് നമ്മളിവിടെ ഫിറ്റ് ചെയ്തു. പിന്നെ കൊണ്ടിച്ചിരിക്കുന്ന സാധനം ഇതെവിടെയാണ്?
തിരിഞ്ഞായിരുന്നു. ഇവിടെ ഒന്നും കൂടെ ഉണ്ടല്ലോ, ഒരു പീസും കൂടെ ഉണ്ട് അതിൻ്റെ. ഇവിടെ ഒരു ചെറിയ പീസല്ല, കുറച്ച് വലിയ പീസാക്കി തരുമായിരുന്നെങ്കിൽ വളരെയധികം ഉപകാരമായിരുന്നു. കാരണം ഇത്ര ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല. അങ്ങനെ നമ്മൾ അതും സെറ്റാക്കിയിരിക്കുന്നു. എൻ്റെ പൊന്നെ, പിന്നെ വരുന്നത് നൈസായിട്ടുള്ള സാധനമാണല്ലോ. ഇവിടെ ഒരു തുളയുള്ളൊരു പീസ് എടുക്കുന്നുണ്ട്. ഒന്നായി അത് കിട്ടി. ദേവാനന്ദ്, ഇത് ഏതാ കാറെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ മിനി വേഷം കാണിച്ചു തരാം. ബ്രോ തന്നെ ഒന്ന് ഗസ് ചെയ്യുക. ദേ, ഇതാണ് നമ്മൾ ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണിത്. ഇതാണ് ബ്രോ ഇന്ന് ഗസ് ചെയ്തേ. നോക്കട്ടെ. സ്പോർട്സ് കാറാട്ടോ. കാഡിലാക്ക്. ഇത് നമ്മളിവിടെ ആക്കണ്ടേ? ഇത് വേണം. ഇതിലൊരു ചെറിയൊരു പീസും കൂടി. ഇത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ലോക്കാകരുത്. ചില സമയത്ത് ലോക്കാൻ ഭയങ്കര പോലെ. എനിക്ക് അത് ലോക്കാതിരിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് കരി കളക്കുന്നത്. ഓക്കെ, അമ്മേ, അങ്ങനെ അതും ലോക്കായിരിക്കണം. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാണ് സൈഡ് തെന്നി പറിയിരിക്കുന്ന 2 പേര്. ഓക്കെ, ഒന്നിത് ഇതൊന്ന് ഇത് കുട്ടോറും കൂടെ ഉണ്ട്. ഓക്കെ, ഇവർ 2 പേരും, ഇമാർ 2 പേരെയാണ് ഇതിൻ്റെ അത് അടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത്? ഒന്നിവിടെ. ഓക്കെ, അവരെയും സെറ്റ് ചെയ്തു. പിന്നെ ഒരു മേൽക്കൂര ടൈപ്പ് അടപ്പ്. ഏകദേശം ഫ്രണ്ട് തീർന്നു. ഹായ് ബ്രോ, ഫറീസ് ആസാദ്. ഫറീസ്, ഹായ് ബ്രോ, എന്തുണ്ട്? സുഖമാണ് ബ്രോ. യെസ്, അങ്ങനെ നമ്മൾ ഫ്രണ്ട് ഏകദേശം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി കുറേ കട്ടകൾ. സിംഗിൾ കട്ടയാണ്, ഡബിൾ കട്ടയാണ്? സിംഗിൾ കട്ട. എത്ര 8 എണ്ണോ? 1 2 3 4 5 6 7 8 കട്ട. എന്തുണ്ട് ബ്രോ, സുഖമാണോ? ഫസീർ, സുഖമാണോ? നാട്ടിലെവിടെയാ? കോഴിക്കോട്, മലപ്പുറം, ഇതിലേതാ? ഇമാരെല്ലാം ഇതെങ്ങനെ നോക്കുന്നത്? ഓ, എൻ്റെ കുത്തി ഇവിടെയാണ് നോക്കുന്നത്. അതെ ബ്രോ, ദേവനന്ദ്, ഇത് ഹോട്ട് വീൽസിൻ്റെ ബോക്സാണ്. 2 3 4 സെയിം സാധനം തന്നെ തിരിച്ച്. 1 2 3. എറണാകുളത്ത് എവിടെയാ? 4. യെസ്, അങ്ങനെ ആ 4 നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് ഇത് കൂട്ട് 2 ബോട്ട്. ഇത് കിട്ടുമോ? 2 ഇത് കിട്ടുമോ? 1 2 ഒന്നും കൂടി ഉണ്ടല്ലോ. ഓക്കെ, അങ്ങനെ ആ 2 നമ്മൾ കൈക്കലാക്കിയിരിക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ഇവനെ വെച്ചടയ്ക്കണം. ഇങ്ങനെ ബ്ലോക്ക് ഒന്ന്, പിന്നെ ഇങ്ങനെ ഒരു ബ്ലോക്ക്. ഇത് ഇതിൻ്റെ അടിയിൽ തന്നെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. പെരുമ്പാവൂർ. ആഹാ, കൊള്ളാലോ. പെരുമ്പാവൂറിന് ഇതിന് മുമ്പ് ഞാൻ ലൈവ് പോയപ്പോൾ ആരോ ഒരാൾ
എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, കമൻറ്റ് ഇട്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. ഫ്രണ്ടിലല്ലേ അതെ. ഒന്നിവിടെ പഠിക്കുകയാണോ? നാസിദ് പരിസൻ പഠിക്കുകയാണോ ബ്രോ? എത്രയും ഓക്കെ, അതും നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. എൻ്റെ പൊന്നാടാണ്, എനിക്ക് വയ്യ. പേജുകൾ തീരുന്നതനുസരിച്ച് എൻ്റെ ഉള്ളിൽ സന്തോഷം കൂടി വരുന്നു. അടുത്തത് ഇതൊക്കെ തുറണം, രണ്ടെണ്ണം. ഇതിൻ്റെ ഒരു മോഡലും കൊണ്ടുണ്ടല്ലോ, ഒന്നും കൂടി വേണമല്ലോ. ഓക്കെ, ഇത് രണ്ടെണ്ണം. പിന്നെ ഇടവും വല്ലതും നോക്കാതെ നിൽക്കുന്നത്. ഒന്നും കൂടെ ഉണ്ട്, രണ്ട്. ഓക്കെ, ആ രണ്ടെണ്ണം ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ. താങ്ക് യു ബ്രോ, വളരെയധികം നന്ദി. ഇപ്പം നമ്മളിത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം 1.5 മണിക്കൂറോളം, അല്ല 1.5 മണിക്കൂർ ആകുന്നു. എന്തായാലും ഞാൻ വീഡിയോ ലൈവ് പോകുന്നതല്ലാതെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഫുള്ളായിട്ട് ഇടാൻ വേണ്ടി. ഓക്കെ, ഒന്നിങ്ങനെ പിടിപ്പിച്ച് അടുത്ത് തിരിഞ്ഞു പോയോ? ഇല്ല, അടുത്തത് ഒന്നിങ്ങനെ ഇങ്ങനെ. ഓക്കെ, ഇത് പിടിപ്പിച്ചിട്ട് ഇതാട്ടി കൊണ്ട് ഫിറ്റ് ചെയ്യണമല്ലേ. ഓക്കെ, ഒന്നിവിടെ, പിന്നെ ഒരെണ്ണം ഇവിടെ. യെസ്, അങ്ങനെ ഏകദേശം ഇത്രയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് പീസ് വേണ്ടത് ഇത് വേണ്ട, ഈ പീസല്ലല്ലോ. എവിടെ പീസ്? ഓക്കെ, ഈ ഒരെണ്ണം. പിന്നെ സൈഡിൽ വെട്ട് വരുന്ന കുട്ടി പീസ് ഇത് ഒരെണ്ണം. ഇത് ഒരെണ്ണം, ഇത് ഒരെണ്ണം. ചെറിയ ബ്ലോക്കായ കാരണം കണ്ടുപിടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇത് ഒരെണ്ണം. ഇനി ഇതെല്ലാം കൊണ്ട് സെറ്റ് ചെയ്യണം. ഇതെല്ലാം സെറ്റ് ചെയ്യുമ്പോഴത്തേനും ഇവർ രണ്ടുപേരെയും ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓക്കെ. ഒന്നിവിടെ, പിന്നെ ഒന്ന് ഇവിടെ. ഓക്കെ, മതി. ഇങ്ങോട്ട് കയറങ്ങോട്ട് എൻ്റെ കണക്കിട്ട്. ഓക്കെ, അതും സെറ്റ്. ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ, പിന്നെ ഉള്ളത് ഇത്. ഓക്കെ, ഇവിടെ സമയം 7 ആവുന്നു. 7 മണി, രാത്രി 7 മണിയാവുന്നു. തീർന്നില്ലായിരുന്നു എൻ്റെ ഒരു പീസ്. ഓക്കെ, ഇതുണ്ട്. തലതിരിഞ്ഞായി ഇതിൽ കുത്തണം. ഇതിൽ കുത്തി കഴിഞ്ഞ് പിന്നെ ഒരു പീസ് സ്റ്റിക്കർ ടൈപ്പ് വരണം. ഇത് രണ്ടെണ്ണം വരും തോന്നുന്നു. രണ്ടെണ്ണം ഒന്നേ ഉള്ളൂ.
ഇതിനകത്ത് ഇവിടെ പിരിവാണെന്നില്ലല്ലോ. ഇതിങ്ങനെ ഒരു മിനിറ്റ്, ഇവിടെ എന്തോ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഓ, നിന്നെ ഊരി മതിയല്ലേ, തിരിഞ്ഞു വരണം. ദൂരെ ദൂരെ ഓക്കെ, അതും സെറ്റ് ചെയ്തു. ഇത് കൂട്ട് തന്നെ ഒന്നുകൂടി ഒന്നും കൂടി ഫിക്സ് ചെയ്യണം എന്ന് അവർ കാണിക്കുന്നത്. നേരത്തെ കാണിക്കുമായിരുന്നെങ്കിൽ ഞാൻ അതെല്ലാം നമ്മൾ ഒരുമിച്ച് ഫിക്സ് ചെയ്യാമല്ലായിരുന്നു. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, പിന്നെ ഒരു ബ്ലോക്കും കൂടി ഉണ്ടല്ലോ, 5. എന്നിവന്മാരെ മുറ്റപ്പാട് ഫിക്സ് ചെയ്തോടെ ഒന്നുകൂടി ഫിക്സ് ചെയ്യണം. ഇത് ഒരുമിച്ച് കാണിക്കുമായിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ പൊന്നെ? ഒറ്റയടിക്ക് അങ്ങ് ഫിക്സ് ചെയ്ത് പോയാലായിരുന്നോ? ഇപ്പം വെച്ച് ഓക്കെ പെർഫെക്റ്റ്. ഓക്കെ അല്ലല്ലോ, ഇത് കയറിയില്ലല്ലോ. ഇത് പണിയോ ഒരിക്കൽ അതൊക്കെ മുകളിൽ സെറ്റ് ചെയ്തു. ഇത് തിരിഞ്ഞ് വരണമായിരുന്നു അല്ലേ പുറത്തേക്ക്. ഓക്കെ, അത് സെറ്റ് ചെയ്തു. എന്നിട്ട് ഇത് ഇവിടെയും സെറ്റ് ചെയ്തു. അവിടെയും സെറ്റ് ചെയ്ത് ഇനിയുള്ള വേറൊരുത്തുണ്ടായിരുന്നല്ലോ. വാ, നീ തിരിഞ്ഞ് അപ്പുറം പറഞ്ഞായിരുന്നു. നീ തിരിഞ്ഞ് അപ്പുറത്തിരുന്നായിരുന്നു കുഞ്ഞെ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഫിറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് എനിക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവും. എന്നാലും പിന്നെ ഞാൻ വന്നിട്ട് ഊരി എടുക്കണമോ എന്ന് വിചാരിച്ച് അങ്ങോട്ട് വിട്ടിരിക്കും. എവിടെ ആര് പീസ്? ഇങ്ങോട്ടെ. 1, ഓക്കെ, അത് സെറ്റ്. മതിയോ? നിങ്ങൾ രണ്ടുപേരും എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യണമെന്ന് നോക്കിയാൽ മതി. ഇവിടെ എങ്ങനെ ഫിറ്റ് ചെയ്യും? ഇവിടെ ഫിറ്റ് ചെയ്യുമ്പോഴൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഇങ്ങനെ നമ്മൾ ചുമ്മാ വെച്ചാൽ മതി. എൻ്റെ ചുമ്മാ വെച്ചത് പറഞ്ഞു പോയല്ലേ. ഇങ്ങനെ നോക്കണോ? അത് ഇങ്ങനെ നോക്കണത് എങ്ങനെ നോക്കുന്നേ? ചുമ്മാ വെച്ചത്. തൃശ്ശൂർ. തൃശ്ശൂർ എവിടെയാ ബ്രോ? ഇതിങ്ങനെ ചുമ്മാ വെച്ചാൽ ശരിയാവില്ലല്ലോ. ചുമ്മാ വെക്കാൻ കാണിക്കുന്നവർ. പിന്നെ തക്കാളി ചുമ്മാ വെച്ചത് പിന്നെ എന്താ കാണിക്കണ്ടേ? ഇത് പറഞ്ഞോ. പറഞ്ഞു പോ. ഓക്കെ, ഇത് വെച്ചിട്ട് ഇതിൻ്റെ അടിയിലേക്ക് ഇത് വെച്ചാൽ മതിയോ? ഇതൊക്കെ അറിയാത്ത കാര്യം കൊണ്ട് ചോദിക്കുന്നതാണ്. ഇവിടെ ഒരു ലോക്ക് പോലും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നേ. അതായത് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും. എനിക്കൊന്നും ഇവനിൻ്റെ അതാണ്. അങ്ങനെ ശരി, കൊള്ളാം.
ബ്രോ പഠിക്കുകയാണോ ബ്രോ പഠിക്കുവാണോ ഇത് പഠിത്തം കഴിഞ്ഞാണോ ബ്രോ? ഇതെവിടെ ഇപ്പോൾ പറഞ്ഞു പോയേ? കുരുത്തക്കേട് കാണിക്കല്ലേ. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് വച്ചാൽ അത് അവിടെ ഇരിക്കണം. നമുക്ക് പിന്നീട് ഊരി പോകാൻ വേണ്ടി വച്ചേക്കുന്നല്ല ഞാൻ. ഓർമ്മ എങ്ങനെയെങ്കിലും പിടിപ്പിച്ചിരുമ്പോൾ അടുത്താണ് ഊരിപ്പോൾ. ഒരു സൈഡും കൂടെ ഉണ്ടല്ലോ. യെസ്, അങ്ങനെ നമ്മൾ അതും പിടിപ്പിച്ചിരിക്കുന്നു. പിന്നെ അതെപ്പോൾ ഊരി പോകുമ്പോൾ കർത്താവിനറിയാം. അത്രയും പിടിപ്പിച്ച് ഇനി നമുക്ക് സൈഡിലൊക്കെ മാറ്റി വെച്ചിട്ട് ഇനിയും ഉണ്ട് കുറേ ബ്ലോക്സ്. ഒന്ന് തരാമോ ബ്രോ? എന്താണ് ബ്രോ എന്താ ഉദ്ദേശിക്കണേ? തീരുമ്പോൾ ബ്രോ എന്നാണോ ഉദ്ദേശിച്ചെങ്കിൽ ഞാനിതൊന്നും കൂടി തീർക്കും. അല്ലാതെ നാളത്തേക്ക് വെച്ചോണ്ടിരുന്ന നാളെ ചിലപ്പോൾ എനിക്ക് മടിയാവും. അപ്പോൾ പിന്നെ ഇപ്പോൾ കൈയോടെ അങ്ങ് തീർക്കുകയാണെങ്കിലേ ഇത് പൊട്ടൊന്ന് പിന്നെ വരുന്നത് ഇത് പൊട്ട് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഓക്കെ. പിന്നെ ഇത് പൊട്ട് രണ്ട് മോഡൽ മൂന്ന് ഒന്നുകൂടാണല്ലോ. അത് രണ്ട്, പിന്നെ റെഡ് മൂന്നിൻ്റെ റെഡ്. ഓക്കെ, എനിക്ക് ഇന്നുകൊണ്ട് തീർക്കണമെന്ന് തന്നെയാണ് വളരെ. അല്ലെങ്കിൽ രണ്ടാണ് നോക്കുക എന്നെങ്കിൽ തന്നെ നമ്മൾ ഇങ്ങനെ കണക്റ്റ്. ഇത് നമ്മൾ കയറുന്നില്ല. ഓക്കെ, ഇറങ്ങിപ്പോയി. എന്തുവാടി ഇത് ഫിറ്റാകട്ടെ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെയാണ് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബൈക്ക് അടിക്കുമ്പോൾ ഒരു ഗീവ് നടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ മുമ്പ് നമുക്ക് തീരുമാനിക്കാം എന്ത് വേണം ഏത് വേണമെന്ന്. ഓക്കെ, ഇത് എന്നിട്ട് ഈ മൂലയിൽ ഓക്കെ. എന്നിട്ട് മൂലയിൽ എന്തൊക്കെ ഇടത്തെ ഇങ്ങനെയായിരുന്നു. ഓക്കെ, ഇനി റെഡ് വെച്ചു. റെഡ് വെക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു സാധനം വെക്കാനുണ്ടായിരുന്നു. റെഡിലേക്ക് വെച്ചിട്ട് വേണം ഇതിങ്ങോട്ട് വെക്കാൻ. ഓക്കെ, അത് സെറ്റാക്കി. നമുക്കിത് വെക്കാനായില്ലേ? ഇനി നമുക്ക് രണ്ട് പീസിൻ്റെ ഈ സാധനം, മറ്റേ പീസിൻ്റെ ഈ സാധനം, പിന്നെ അതായത് ഇതര സാധനം ഇത് നമുക്ക് പിടിപ്പിക്കണമെങ്കിൽ ഇതിലേക്ക് പിന്നെ കയറ്റി വച്ചിട്ട്
ഈ രണ്ടെണ്ണം ഇതിലേക്ക് ഇട്ട് വെച്ചിട്ട് ഇതിനിങ്ങനെ ലോക്ക് ചെയ്യണം. ഓക്കെ, സെറ്റ് കണ്ടാ സെറ്റ്. നമ്മൾ അത്രയും സെറ്റാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ എവിടെ വെക്കണ്ടേ? ഇവിടെ വെക്കണ്ടേ നിങ്ങൾ കാണിച്ചില്ലല്ലോ. ഓക്കെ, അടുത്ത സെറ്റ് ആക്കിയിട്ട് വേണം അടുത്ത് തന്നെ വെക്കാൻ എന്നാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് സെറ്റാക്കണമെങ്കിൽ ഇതൊട്ടൊന്ന് ഇതൊന്ന് ഇത്ര സാധനം. അപ്പം ആദ്യം ഇവനെ എടുത്തിടാം. ഇവനെ നമ്മൾ ഈ മോഡലിലേക്ക് സെറ്റ് ചെയ്യണം. അല്ല, ഈ മോഡലിലേക്ക് സെറ്റ്. ഓക്കെ, ഇതുപോലെ തന്നെ ഇത് നമ്മൾ സെറ്റ് ചെയ്യണം. ഇരുന്നില്ല, ഇത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി രണ്ട് പേരിലേക്ക് ഇതിനെ നമ്മൾ സെറ്റ് ചെയ്യണം. ഇരിക്കുന്നില്ല. ഇരിക്കുന്നില്ല കുഞ്ഞെ. എൻ്റെ കൈ വട്ട് പിടിപ്പിക്കുന്നു. കേറിങ്ങട്ട് അപ്പുറത്തെ സൈഡിലിരിക്കുന്ന ഇരിക്കാമെങ്കിൽ നിനക്ക് ഇരുന്നാലെന്താ? ഓക്കെ, ഇതൊരുമാതിരി പറയണില്ല. ഓക്കെ, പിന്നെ വേണ്ടത് റെഡിൻ്റെ അടപ്പ്. ഇത് രണ്ടെണ്ണം ലോക്കാക്കി ബ്ലാക്കിൻ്റെ ഒരടുപ്പ് വെച്ച് ഇതെവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. തിരിഞ്ഞു വരണമായിരുന്നു. ഇനി വന്നേ ഒക്കെ വന്നോടി. ഓക്കെ, റെഡ് ഇത് ലോക്കാക്കി. ഇതിൻ്റെ ഈ അടപ്പ് വെച്ച് എവിടെ ലോക്കാക്കണ്ടേ? ഓക്കെ, അത് നമ്മൾ ലോക്കാക്കി വിട്ടു. ഇനി ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അപ്പർ ബോഡിയാണ് ഇവിടെ വന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, സെറ്റാക്കി വിട്ടിട്ടുണ്ട്. ഏകദേശം ഇത്രത്തോളം പൂർത്തിയാക്കേണ്ടത് നമ്മൾ ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഇത്രയും പൂർത്തിയാക്കി വിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് സെറ്റ് ചെയ്യണം. ഫ്രണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യം വീണ്ടും ഡബിൾ തലയാണ്. ഒന്ന് സൈഡ് വെട്ടിയിരിക്കുന്നവൻ, ഒന്ന് ആ മോഡലിൻ്റെ സൈഡ് അങ്ങോട്ട് വെട്ടിയിരിക്കുന്നവൻ, ഒന്ന് പിന്നെ കമന്നിരിക്കുന്നവൻ, ഒന്ന്. ഇത്രയും പേര്. അപ്പം കമന്നിരിക്കുന്നതിനെ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യണം. കമന്നിരിക്കുന്ന സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരെയും അങ്ങോട്ടും ഇങ്ങോട്ടും കമത്തി, ഇങ്ങോട്ടും ഇങ്ങോട്ടും കമത്തി വെക്കണം. ഒന്നേ രണ്ടേ. ഓക്കെ, അവർ രണ്ടിനെ കമത്തി വെച്ചു. ഇനി നമ്മൾ ഇവർ രണ്ടുപേരെയും ഫ്രണ്ടിലാണ് വെക്കുന്നത്, അല്ല ബാക്കിൽ. ഇവിടെ സെറ്റ് ചെയ്യടാ. ഓക്കെ, സെറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. യെസ്, നെക്സ്റ്റ് ഈസ് ഇനി നമുക്ക് നീളത്തിലുള്ള ഒരുത്തനുണ്ട്. ഇതിൽ പാമ്പൊന്നുമില്ലല്ലോ. ഓക്കെ, രണ്ടെണ്ണം ഏകദേശം നമ്മൾ തരാറായി ഗൈസ്. ഇതിൽ രണ്ടെണ്ണം, പിന്നെ ഇത് കിട്ടും. ഇതും രണ്ടെണ്ണം, ഇതും രണ്ടെണ്ണം,
രണ്ടെണ്ണം. ഇവിടെ എല്ലാവരെയും നമ്മൾ സെറ്റ് ചെയ്യണം. ഇവരെല്ലാം സെറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ യെസ്, നമ്മൾ ഏകദേശം തീരാതിരിക്കുന്നു. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. എന്നിട്ട് ഇത് തിരിച്ച് വെക്കണം. ഇതിനെ തിരിച്ച് വെക്കണം. ഓക്കെ, റെഡ് സെറ്റ് ചെയ്യണം. റെഡ് ഓക്കെ. എന്തേ റെഡ് കൊണ്ട് എടുത്ത് വെച്ചായിരുന്നല്ലോ. കണ്ട, ഇത് കുരുത്തം കെട്ട കഷ്ണമാണ്. അത് സെറ്റ് ചെയ്യാം. അത് ലോക്കാണില്ലേ, ഭയങ്കര പാടാണ് ലോക്കാൻ. യെസ്, അങ്ങനെ നമ്മളതും സെറ്റ് ചെയ്തിട്ട് അത് നമ്മളിവിടെ കൊണ്ട് മൂട്ടി തരണം. 1 2 ലോക്കായില്ലേ? ലോക്കാവ്. യെസ്, ഇവിടെ ലോക്കായി. ഇവിടെ നിനക്ക് ലോക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇവിടെ നമുക്കിത് കയറി ഇറങ്ങിയിരിക്കുന്ന പോലെ തോന്നുന്നു, ഫീൽ. ഓക്കെ, അമ്മ ഫിറ്റ് ചെയ്തണ്ണ. അടുത്തെന്താന്ന് പറയണ്ണ? അടുത്തൊരു ഗ്ലാസിൻ്റെ സാധനം. ഇത് ഇവിടെ വെക്കാനാണ് ഒരുപാട് ചെയ്യുന്നത്. യെസ്, അതും നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നു. ഏകദേശം തീരാറായി. ഇനി ഏതായാലും മിനിറ്റൊക്കെ പുള്ളി പരിപാടി തീരുന്നതായിരിക്കും. ഇനി സ്റ്റിയറിങ്ങിൻ്റെ പരിപാടിയാണ്. ഓക്കെ, സ്റ്റിയറിങ് ഇതൊന്ന് എന്ത് ചെയ്യുക? സ്റ്റിയറിങ്ങിൻ്റെ കമ്പ്. ഓക്കെ, സ്റ്റിയറിങ് ഞാൻ പിടിപ്പിച്ച് ഇനി സ്റ്റിയറിങ് സെറ്റ് ചെയ്യണം. യെസ്, സ്റ്റിയറിങ് ഇറങ്ങുന്നുണ്ട്. ഇങ്ങനെ സ്റ്റിയറിങ്ങും സെറ്റാക്കി എൻ്റെ പൊന്നോ. ഇനി വിൻഡോ സീറ്റ്. ഓക്കെ, ഇനി ഡോറ്. ഇതിപ്പോൾ ഇങ്ങോട്ട് കയറ്റണമെങ്കിൽ ഓക്കെ ഒന്ന് സെറ്റാക്കി. അടുത്ത ഡോറും ഓക്കെ, അടുത്ത ഡോറും സെറ്റാക്കി. ഇനി ഡോറ് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് കണ്ടില്ലേ? ഡോറ് നമുക്ക് മുകളിലേക്കും താഴേക്കും പൊക്കി വെക്കാം. ഇതിൻ്റെ മുകളിൽ ഒരു പീസും കൂടി വെക്കാൻ കാണിക്കുന്നു. തിരിച്ചാ ഓക്കെ, അതും സെറ്റാക്കുന്നു. തീരാറായി. അത് ഇവിടെ കയറാതെ നോക്കുന്നുണ്ട്. ഇവിടെ എന്താ കയറാത്തെ? യെസ്, തുറക്ക്. ഞാൻ പോരും. അവിടെ നോക്കാതിരിക്കണം. അടിയിലൊരുത്ത ഊരിപ്പോൾ ഞാൻ പറഞ്ഞു, ഈ കുരുത്തം കെട്ടാൻ ഊരിപ്പോരുന്ന അടിയിൽ ഇവനൊന്നും ഊരി. അടിയിൽ നിന്ന് ഊരിപ്പോയ സാധനത്തിന് ആദ്യം നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് ഊരിപ്പോകുന്നോണ്ടിരിക്കും. യെസ്, നമ്മളങ്ങനെ ഡോറും സെറ്റ് ചെയ്തിരിക്കുന്ന. ഇനി
തീർന്നത് സൈറ്റ് 40 സാധനം തീർന്ന പരിപാടി. ഇങ്ങനെ വെച്ചു. ആ 4 ടയേഴ്സും എടുത്തേ. നമുക്ക് ഗോൾഡ് തന്നെ ഇടാമല്ലേ? എന്തിനാ സിൽവർ വെച്ചുകൊണ്ടിരിക്കുന്നത്? നമുക്ക് ഗോൾഡ് തന്നെ ഇടാം. അലോയ്സ്, ഗോൾഡ് അലോയ്സ് ഇടാം. ഗോൾഡ് അലോയ്സ്. ടയേഴ്സ് എന്ത് ചെയ്യും? 1 2 3 4. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ടയർ പിടിപ്പിക്കാനുള്ള പരിപാടി ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. നീ പോ, എനിക്ക് ടയർ വെച്ചാൽ മതി. 1 ശരി, നിന്നെ ശരിക്കും എന്തിനായിരുന്നു വെച്ചത്? 2 3. യെസ്, അവസാനം ഫൈനൽ 4. അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുന്നത് എത്ര ഉള്ള പരിപാടി തീർന്നത്. അങ്ങനെ നീണ്ട 1.5 മണിക്കൂർ നേരത്തെ ലഘു ശേഷം നമ്മൾ പരിപാടി 30 സാധനം തീർത്തിരിക്കണം. അവസാനം ഹോട്ട് വീൽസിൻ്റെ ബ്രാൻഡ് കൂടി നോക്കണ്ടേ? അതോടുകൂടി നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്, അവസാനിക്കുകയാണ്. സ്ക്രൂ വെച്ച് സ്ക്രൂവിൽ കൂടെ ഉണ്ടോ? സ്ക്രൂ ഇല്ലല്ലോ, ഇല്ല. സ്ക്രൂവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ശരിയാക്കി വെക്കായിരുന്നു. പക്ഷേ സ്ക്രൂ ഇല്ലാത്ത കാരണം നമുക്കിത് ലോക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇതെന്തിനാണോ ആർക്കറിയാം. ചുമ്മാ ഇങ്ങനെ വെക്കാനും പറ്റില്ല. ഇപ്പോൾ സ്ക്രൂ ഇല്ല, അതുകൊണ്ട് നമുക്കത് വെക്കണ്ട. ഇതുകൂടെ വെച്ചാൽ പരിപാടി തീർന്നു. യെസ്, അങ്ങനെ ഹോട്ട് വീലിൻ്റെ ബ്രാൻഡ് കൂടെ വെച്ച് നമ്മൾ സെറ്റാക്കിയിരിക്കുന്നു. 30 സാധനം സെറ്റ് സാധനം, അടിപൊളി സാധനം. യെസ്, അതെ ബേഷ്. അങ്ങനെ ഗൈസ് നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. നമുക്കിനി മുമ്പോട്ടും നമുക്ക് കൂടുതൽ വീഡിയോസായിട്ട് കാണാം, ലഘുവും ഹോട്ട് വീൽസൊക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇറ്റ്സ് മീ ഷാരോൺ. ബൈ ഗൈസ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ എവരിവൺ, ഗുഡ് നൈറ്റ്.